രാവിലെ കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ജീരകവെള്ളം അങ്ങ് റെഡിയാക്കി കേട്ടോ. ജീരകവും പെരുംജീരകവും കുറച്ച് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ഇത് കുടിക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ് കേട്ടോ. ഇനി കൺമണിക്ക് എന്ത് കൊടുത്തു വിടുന്ന ആലോചിക്കായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ബ്ലിങ്കിറ്റ് ഓപ്പൺ ചെയ്ത് സ്വീറ്റ് കോൺ ഓർഡർ ചെയ്തു കേട്ടോ. സ്വീറ്റ് കോൺ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ റെസിപ്പി നിങ്ങളെയും കൂടെ കാണിക്കാം കേട്ടോ. 10 മിനിറ്റ് ഡെലിവറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വീറ്റ് കോണിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചൂടുവെള്ളത്തിൽ ഞാനൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള വേണം, പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കൺമണിക്ക് എരിവായതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച കോണിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മൈദയാണ് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നത്. ഒരിഗാനോ വേണം, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. അതൊക്കെ എരിവ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. കൺമണിക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിലേക്കൊരല്പം പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ. ഒരു ദോശ ബാറ്റർ പോലെ, ഒരുപാട് വെള്ളമെന്ന് പറയില്ല. പിന്നെ ഞാനിതിനെ ബട്ടറിൽ ഇതുപോലെ ചുട്ടെടുക്കാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റ് വരുന്നത്. ഇതിന് നമുക്ക് എന്ത് പേരിട്ട് കൊടുക്കാം? സ്വീറ്റ് കോൺ ഫ്രിറ്റേഴ്സ് ഇട്ടാലോ? അങ്ങനെയാണ് ഞാൻ കണ്ട വീഡിയോയിൽ അതിൻ്റെ പേരിട്ടോ. അപ്പോൾ കൺമണിയുടെ സ്നാക്കൊക്കെ ഞാനിത് റെഡിയാക്കി എടുത്തു. നമ്മൾ നേരെ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ. കൺമണിയെ ഡ്രോപ്പ് ചെയ്ത് ഞാനിതാ തിരിച്ച് വീട്ടിലേക്ക്. ബൈ ബൈ.